നിങ്ങളൊരു സിനിമ കണ്ടിട്ട് ആ ലൊക്കേഷനിൽ സ്റ്റക്കായി പോയിട്ടുണ്ടോ? ഫോർ മീ എനിക്ക് 2 സിനിമകളാണ് ആ ഒരു ഫീലിംഗ് തന്നിട്ടുള്ളത്. ഹായ്, ഐ ആം സിബി രവീന്ദ്രൻ. ദിസ് ഇസ് ഡേ 3 ഓഫ് 10 days 10 comfort movies of mine series and you're watching Stories of CBR. സിനിമ ഏതാണെന്നല്ലേ? മധു സി നാരായണൻ ഡയറക്ട് ചെയ്ത കുമ്പളങ്ങി നൈറ്റ്സ്. പാരൻസ് ഒന്നും ഇല്ലാതെ വളർന്ന 4 ബ്രദേഴ്സ്, പേര് മാത്രമേ ബ്രദേഴ്സ് എന്നുള്ളൂ. സംഭവം അവരുടെ ഇടയിൽ ബ്രദർലിഹുഡ് ഫീലിംഗ് ഒന്നുമില്ല. അപ്പോൾ ടോട്ടൽ മെസ്സപ്പ് അടിച്ച് ടോട്ടൽ ദുരന്തമടിച്ച് കിടക്കുന്ന അവരുടെ ലൈഫിലേക്ക് കുറച്ച് പീപ്പിൾ കടന്നു വരുന്നു, കുറച്ച് സിറ്റുവേഷൻസും. അങ്ങനെ ആ സിറ്റുവേഷൻസിൽ നിന്ന് അത് എത്ര നല്ലൊരു കുടുംബമായി മാറുന്നു, എത്രത്തോളം ഒരു സ്ത്രീക്ക് ഒരു ഫാമിലിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു കഥ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഒരു സിനിമ കണ്ടിട്ട് ആ ലൊക്കേഷനിൽ സ്റ്റക്കായി പോകുന്നുണ്ടോയെന്ന്, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ. മ്യൂസിക് ബൈ സുഷിൻ ശ്യാം ആൻഡ് സിനിമാറ്റോഗ്രാഫി ബൈ ഷൈജു ഖാലിദ്. വാട്ട് എ ഫ്രെയിംസ്! ചെരാതുകൾ പാട്ട് മാത്രം എടുത്ത് നോക്കിയാൽ മതി, അതിൽ ഓരോ ഫ്രെയിംസും സിനിമ കണ്ടു കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. അതെൻ്റെ ഗ്യാരണ്ടിയാണ്. സോ അടുത്തൊരു ദിവസം അടുത്തൊരു നല്ല മൂവി ആയിട്ട് വരാം. അണ്ടിൽ ദെൻ, ദിസ് ഇസ് സ്റ്റോറീസ് ഓഫ് CBR സൈനിങ് ഓഫ്.